ഇത് സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? സുപ്രീം കോടതി റൂൾ 3B റദ്ദാക്കി. എന്താണ് റൂൾ 3B? റൂൾ 3Bയിൽ എന്താണ് പറയുന്നത്? 1965 കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു ആക്ട് ഉണ്ട്. പിന്നെ ഈ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ ശബരിമലയിൽ വിലക്കുന്ന കേരള ഹിന്ദു പബ്ലിക് റിലീജിയസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ്, പിന്നെ അതാണ് റദ്ദാക്കിയത്. റൂൾ 3B റദ്ദാക്കി. അതാണ് ബേസിക് ആയിട്ട് നിൽക്കുന്ന ഇഷ്യൂ. അപ്പോഴാണ് മറ്റേ പുനഃപരിശോധനാ ഹർജികൾ 63 അങ്ങോട്ട് ചെല്ലുന്നത്. അതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇത് ഭരണഘടനാ കോടതിയാണെന്ന്, പരമോന്നത കോടതിയുടെ പ്രത്യേക ഭരണഘടന 9 അംഗ ഭരണഘടനാ ബെഞ്ച്, അവരാണത് വ്യാഖ്യാനിച്ച് തീരുമാനം എടുക്കാൻ പോകുന്നത്. അവിടെ നിങ്ങൾ സർക്കാരിന്, രേണു എന്നോട് ചോദിക്കുന്ന ചോദ്യം ഈ നാളത്തെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാടെന്നുള്ളതാണല്ലോ. ആ നിലപാട് പറഞ്ഞുകൊണ്ടിരുമ്പോൾ താങ്കൾ അവിടുന്ന് ചാടിപ്പോയി 2018 നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഇത് എന്ത് റിലവൻസ് ആണ് അതിനുള്ളത്? നാളത്തെ കാര്യം ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത് മറുപടി. പക്ഷെ താങ്കൾ വീണ്ടും 18ലേക്ക് ചാടിപ്പോവുകയാണ് ചെയ്യുന്നത്. കഴിയില്ല. അത് സുപ്രീം കോടതി നിലപാട് പിന്നെ പരമാവധി വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇരുന്ന പുനഃപരിശോധന ഹർജികൾ ആ കോടതി എടുക്കണമോ വേണ്ടയോ എന്ന് പോലും ഇനി ആലോചിക്കുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതാണ് സാധാരണഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി വെച്ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അത് പിന്നെ വിധി പറഞ്ഞ ജഡ്ജിമാർ തന്നെ അത് കേൾക്കുന്നത്. അങ്ങനെയല്ലേ നാളിതുവരെയുള്ള എല്ലാ ചരിത്രങ്ങളും അങ്ങനെയല്ലേ? ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് ഭരണഘടനാ കോടതിക്ക് മാറ്റി 5 അംഗ ബെഞ്ച് 7 അംഗ ബെഞ്ചായി, 7 അംഗ ബെഞ്ച് 9 അംഗ ബെഞ്ചായി. ആ തരത്തിൽ വളരെ വൈവിധ്യപൂർണമായ ഒരു വിധി ഇക്കാര്യത്തിൽ വരണം, എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവ് ആയിട്ട് പരിഗണിക്കണം എന്ന് കോടതി തന്നെ കാണുകയാണ്. അപ്പൊ ഇത് ശബരിമലയെ മാത്രമായിട്ട് ബാധിക്കാൻ പോകുന്ന കേസല്ല. ഭാവിയിൽ ഇന്ത്യയിൽ എവിടെ വരാൻ പോകുന്ന കേസുകൾക്കും ഇതായിരിക്കും അടിസ്ഥാന വിധിയായിട്ട് വരിക.